എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. പ്രവീൺ പ്രണവ് ആൻഡ് പ്രണവ് കൊച്ചു ഈ രണ്ട് യൂട്യൂബ് ചാനലുകൾ വഴി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോകളെല്ലാം കണ്ട് ലിറ്ററലി ഞെട്ടിയിരിക്കുകയാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളും. പ്രത്യേകിച്ച് ഇന്നലെ പ്രവീണിന്റെ ചാനൽ വഴി പ്രവീൺ ഇട്ട ആ ഒരു വീഡിയോ, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പ്രവീണിന്റെ വൈഫിനോട് പ്രവീണിന്റെ അനിയനും പ്രവീണിന്റെ തന്തപ്പടിയും അമ്മയും എല്ലാരും ചെയ്ത ക്രൂരമായ ആ ഒരു പീഡനം, ഇതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും പ്രണവിന്റെ തന്തയും പ്രണവിന്റെ അമ്മയും എല്ലാം നല്ല തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പ്രണവിന്റെ ഈ ഒരു ചാനലിന്, പ്രണവ് കൊച്ചു എന്ന് പറയുന്ന ഈ ഒരു ചാനലിന് എനിക്ക് തോന്നുന്നു 4 ലക്ഷത്തിന് മേളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 3,64,000 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരിട്ടിരിക്കുന്ന ഈ ഒരു ദിസ് ഈസ് ദ റിയാലിറ്റി എന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഈ ഒരു വീഡിയോ, അഭിനയ സിംഗങ്ങൾ വന്നിരുന്ന് അഭിനയിച്ച് തകർത്ത ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് ഇന്ന് രാവിലെ തൊട്ട് നമ്മുടെ ഈ പ്രണവ് കുട്ടൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. കാരണം തെറിവിളി അതിന് മാത്രം തന്തയ്ക്ക് വിളി കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ സൈകെട്ട് അവൻ ഓഫ് ചെയ്തതായിരിക്കാം. പക്ഷെ എന്റെ പൊന്നുമോനെ പ്രണവ് കൊച്ചു, നീ ഈ ഒരു കമന്റ് ബോക്സ് ഓഫ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. നീ യൂട്യൂബിൽ നിന്ന് നിന്റെ അക്കൗണ്ടും കളഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇറങ്ങി ഓടണം, നിനക്ക് ഈ തെറിവിളിയുടെ ആ ഒരു എമൗണ്ട് ഒന്ന് കുറയണമെങ്കിൽ. കാരണം ഇവിടെ മാത്രമൊന്നും അല്ല, നിന്റെ ഇൻസ്റ്റ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, എല്ലാത്തിനും തെറിവിളിയോ, ഒരു മയോ ഇല്ലാത്ത തെറി നാട്ടുകാരവിടെ വിളിക്കുന്നുണ്ട്. അപ്പം അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒരു കമന്റ് ഞാൻ ഇന്നലെ ഈ ഒരു വിഷയത്തിൽ പ്രവീണിന്റെ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തപ്പോൾ ഒരു കമന്റ് ഞാൻ കണ്ടു എന്റെ കമന്റ് ബോക്സിൽ. അതുപോലെ തന്നെ എനിക്ക് തോന്നിയ ഒരു സംശയം കൂടെയാണിത്. അപ്പൊ ഇതെന്തായാലും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇതിനുള്ള മറുപടി ഒന്നുകിൽ പ്രവീണും മൃദുലയും തന്നെ ജനങ്ങൾക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് പിന്നെയും ഈ ഒരു ഞാനിപ്പോ പറയാൻ പോകുന്ന ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ സംസാരിക്കാൻ പറ്റുമായിരിക്കും. പറ്റുമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ റിപ്ലൈ തരിക ഞാൻ ഈ ഒരു ചോദിക്കാൻ പോകുന്ന ഒരു കാര്യത്തിന്. വേറൊന്നുമല്ല, ഇന്നലെ മൃദുല ആ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. മൃദുലയുടെ വയറ്റത്ത് ഇവര് ഈ ഒരു കുടുംബം ചവിട്ടി എന്നുള്ളൊരു കാര്യം, അതുപോലെ തന്നെ ആ ഒരു കുട്ടി നിലത്ത് വീണ് കിടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അമ്മയൊന്നും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ സംശയം ഇതാണ്, ഒരു പെൺകുട്ടിയുടെ വയറ്റത്ത്, പ്രത്യേകിച്ച് ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ വയറ്റിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് വലിയ കോംപ്ലിക്കേഷൻസ് ആവത്തില്ലേ? അങ്ങനെ ഒരു നല്ലൊരു ചവിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വയറ്റിലകത്ത് കിടക്കുന്ന കുഞ്ഞിന് തന്നെ പ്രശ്നങ്ങൾ വരില്ലേ? ഈ ബ്ലഡ് പോകുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരത്തില്ല? സ്ത്രീകൾ, ഞാൻ അത് ആദ്യമേ പറഞ്ഞത്, ലേഡീസിനായിരിക്കും കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. പക്ഷെ ഒരു സംശയം എനിക്കും തോന്നി. പ്രത്യേകിച്ച് അങ്ങനെ വയറ്റത്ത് ചവിട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവര് ഒക്ടോബർ 27 എടുത്ത ഒരു വീഡിയോ നമ്മൾ ഇന്നലെ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് കരഞ്ഞു കൂവിയാണ് എന്നൊക്കെ പറയുന്നത്. അതിനുശേഷം അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ പോയി കിടന്നിട്ട് സംസാരിക്കുന്നുണ്ട്, കാറിലിരുന്നു കൊണ്ട് അകത്ത് പോകണോ, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ അവിടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊക്കെ വയറ്റിൽ ചവിട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇവർ ഹോസ്പിറ്റലിൽ പോകേണ്ടതല്ലേ, കൊണ്ട് ആശുപത്രി കൊണ്ട് കാണിക്കേണ്ടതല്ലേ? പക്ഷെ അതിനെപ്പറ്റിയൊന്നും അവർ പറയുന്ന കേട്ടില്ല. അത് മാത്രമല്ല, ഈ ഒക്ടോബർ 27 ഇങ്ങനെ ഒരു പ്രശ്നം നടന്ന് വയറ്റിലൊക്കെ ചവിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയതിന് ശേഷം ഏകദേശം ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു പെൺകുട്ടിക്ക് വാട്ടർ ലീക്കേജ് ഉണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്രയും ദിവസമൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുമോ? ഒരു പെൺകുട്ടിയുടെ വയറ്റത്ത്, ഗർഭിണിയുടെ വയറ്റത്ത് അങ്ങനെ ഒരു ചവിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും വരില്ലേ? ഇത് എന്റെ ഒരു സംശയമാണ്. ഞാൻ അതുപോലെ തന്നെ പറഞ്ഞല്ലോ, ഒരാളുടെ കമന്റും ആയിരുന്നു ഇത്. ഈ ഒരു കമന്റ് കൂടെ കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ, ഞാൻ വിചാരിച്ചു എനിക്കത് എന്റെ ഒരു പൊട്ട ബുദ്ധിയിൽ തോന്നിയായിരിക്കും. ചിലപ്പോൾ അത്ര വലിയ ചവിട്ടും ആയിരിക്കില്ല കേട്ടോ. അവരിന്നലെ ആ ഒരു സങ്കടത്തിന്റെ പുറത്തിരുന്ന് പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞതായിരിക്കാം. ചിലപ്പോൾ അത്രയ്ക്കും വലിയൊരു ഹിറ്റൊന്നും ആയിരിക്കില്ല കിട്ടിയിട്ടുണ്ടായിരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നി. അത് ഞാനിവിടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. സ്ത്രീകളെ, നിങ്ങൾ പറയൂ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാൻ അറിയുള്ളൂ കൂടുതലായിട്ട്, നിങ്ങൾ പറയുക. എനിക്കതിനകത്ത് കൂടുതലായിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ ഞാനത് പറയുന്നില്ല. അപ്പോ 1-2 കമന്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ആദ്യത്തെ കമന്റ് ഇതാണ്: സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഇപ്പോഴാ റിയൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുന്നേ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് അഭിനയമാണ്. ഞാൻ എല്ലാവരോടും കൂടെ ഒരു കാര്യം അങ്ങ് പറയാം. വേറൊന്നുമല്ല, ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർ പറയും അവരുടെ ജീവിതത്തിനകത്തുള്ള കാര്യങ്ങളാണ് അവര് വ്ളോഗ് വഴി നിങ്ങളെ കാണിച്ചു തരുന്നത് എന്നുള്ളത് അവർ പറയും. പക്ഷെ എങ്കിൽ പോലും എല്ലാവരുടെയും ലൈഫിൽ പ്രോപ്പറായിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല നമ്മളെ കാണിച്ചു തരുന്നത്. മനസ്സിലായില്ലേ? ഈ ഒരു സ്ക്രീൻ വഴി നിങ്ങളുടെ ഫോണിലൂടെയാണ് കാണുന്നതെങ്കിൽ ഈ ഫോണിലെ സ്ക്രീനിൽ നിങ്ങൾ ഞങ്ങളെ കാണുന്നത് ചിലപ്പം ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. എന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ പോലും ഞാൻ നിങ്ങളോട് ഇപ്പൊ ഈ പല ടോപ്പിക്കുകൾ എടുത്ത് സംസാരിക്കുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. എനിക്കും പേഴ്സണലായിട്ട്
അകത്ത് ഒരുപാട് സങ്കടങ്ങളുള്ള ഒരു വ്യക്തിയായിരിക്കും. അതൊക്കെ മറന്നിട്ടായിരിക്കും ഞാൻ വന്നിട്ട് നീ സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും. ചിലപ്പോൾ എന്റെ ലൈഫിലുള്ള ഒരുപാട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പല റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ ലൈഫിൽ തന്നെ ചിലപ്പോൾ വേറെ രീതി നടക്കുന്നേ ആയിരിക്കാം. മനസ്സിലായില്ല? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, ഇതുമായിട്ടൊന്നും ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല. ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിന് നോക്കുകയാണെങ്കിൽ അങ്ങനെ അവരുടെ വീടിനകത്തെ കാര്യങ്ങളെല്ലാം കാണിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഫോണിൽ എടുക്കുന്ന സമയത്ത് അവർ അങ്ങനെ കളിച്ചും ചിരിച്ചും ഒക്കെ നിൽക്കുന്നുണ്ടായിരിക്കും. അത് കഴിയുമ്പോൾ ചിലപ്പം എക്സ്ട്രീം ഡിഫറെന്റ് ആയിരിക്കും അവരുടെ ലൈഫ്. ഇത് ഈ ഒരു വീഡിയോകളെല്ലാം കാണുന്ന നമ്മൾ ഓരോരുത്തരും ആദ്യമേ മനസ്സിലാക്കി ഇരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും വ്ളോഗായിട്ട് കാണിക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. അങ്ങനെ എല്ലാവർക്കും അത് പറ്റില്ല. അത് എക്സ്ട്രീം ഡിഫറെന്റ് ആണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ചിലപ്പോൾ കാണുമായിരിക്കും. എല്ലാവർക്കും ഒന്നും അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തൊരു കമന്റ് വന്നതാണ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ഇത്രയും സഹിച്ചിട്ടും ഇതുവരെ തുറന്നു പറഞ്ഞു പോലുമില്ല. ഇത് അവരായിട്ട് പറയിപ്പിച്ചതാണ്. ദൈവമായിട്ടാണ് ഈ വീഡിയോ എല്ലാം എടുത്തു വെക്കാൻ തോന്നിയത്. അല്ലെങ്കിൽ ഇത് നടന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത്രയും വലിയ അഭിനയമാണ് അവർ. പ്രോപ്പർ ആയിട്ടുള്ള, ഞാൻ ഇന്നലത്തെ എന്റെ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ്. ഒരുപാട് പേര് ഇപ്പൊ ചോദിച്ചുകൊണ്ട് വരുമായിരിക്കും, ഇവർക്ക് ഇങ്ങനെ ഈ ഒരു വീഡിയോ എടുത്ത്, ഇപ്പം ഇത്രയും നേരമായി ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് 4:30 വ്യാഴാഴ്ച വൈകുന്നേരം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനിത് അപ്ലോഡ് ചെയ്യും. ഇത്രയും നേരമായിട്ട് ഈ ഒരു പ്രണവ് കൊച്ചുവിന്റെ ഭാഗത്ത് നിന്ന് പ്രവീൺ ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഇതുവരെയായിട്ടും ഇത്രയും നേരമായിട്ടും ഒരു വീഡിയോയും അവർക്കെതിരെയായിട്ട് ഒന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വന്നിട്ടില്ല. ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല. പക്ഷെ പ്രവീൺ ആണെങ്കിൽ എന്താ ചെയ്തത്? മിനിഞ്ഞാന്ന് ഈ ഒരു എക്സ്പ്ലനേഷൻ, ഇവരുടെ ഈ ഒരു പ്രണവിന്റെ ചാനലിൽ പ്രണവ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് നെക്സ്റ്റ് ഡേ, ദ വെരി നെക്സ്റ്റ് ഡേ, എനിക്ക് തോന്നുന്നു അവര് അന്ന് വൈകിട്ട് തന്നെ എടുത്തു വെച്ച വീഡിയോ ആണ്. അടുത്ത ദിവസം തന്നെ പക്ഷെ അവരുടെ വീഡിയോ ഇട്ടു. പ്രവീണല്ല, അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവര് വീഡിയോ ഇട്ടു. പക്ഷെ ആ ഒരു വീഡിയോയിൽ ഇവർക്ക് ഈ ഒരു പ്രണവിനും അവന്റെ അച്ഛനും അമ്മയ്ക്കും എതിരെയുള്ള ഇത്രയും വലിയ അലിഗേഷൻസ്, അല്ലെങ്കിൽ ഇത്രയും പ്രൂഫുകൾ കൊണ്ടുവന്ന് അവര് നിരത്തിയിട്ട് പോലും ഇത്രയും നേരമായിട്ട് ഈ പ്രണവൊന്നും വന്ന് ഒരു വീഡിയോ ഇട്ട് മുന്നോട്ട് വന്നിട്ടില്ല ജനങ്ങളിലേക്ക്. കാരണം എങ്ങനെ വരും? എന്തു പറഞ്ഞു ഇവര് വരും? ഇവർക്കിനിയും പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ച ആ ഒരു സംശയമാണ്. ഞങ്ങൾ അങ്ങനെ ഗർഭിണിയെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു കൂടിപ്പോയവർക്ക് അതേ ചോദിക്കാൻ പറ്റുള്ളൂ. ഒരു ഗർഭിണിയെ ഞങ്ങൾ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അപ്പൊ തന്നെ കോംപ്ലിക്കേറ്റഡ് ആവില്ലേ, ഇവർക്ക് ആശുപത്രി കൊണ്ടുപോകാവുന്നതല്ലേ, അങ്ങനൊന്നും ചെയ്തില്ലല്ലോ, അപ്പൊ ഞങ്ങൾ അത് ചെയ്ത് കാണില്ല എന്നേ ഇവർക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഇവർ പറഞ്ഞ് മുന്നോട്ട് വന്നാലും ഇനിയിപ്പം ഞാനൊരിക്കലും പ്രവീണയോ മൃദുലയോ എനിക്ക് ഇനിയിപ്പോ കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, ഇനിയിപ്പോ ഈ ഗർഭിണി, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, വയറ്റിൽ ചവിട്ടിയ കാര്യം അത് ആ ഒരു ഇമോഷണലിന്റെ പുറത്ത് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത്ര വലിയ ഹിറ്റ് ആയിരിക്കില്ല. അത് എന്തും ആയിക്കോട്ടെ, ഒരു ഗർഭിണിയുടെ മുന്നിൽ വെച്ച് ആ ഗർഭിണിയുടെ ഭർത്താവിനെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അത്ര നല്ല കാര്യമൊന്നും അല്ല മോനെ പ്രണവ് കൊച്ചു. എനിക്കത് നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. പ്രവീണെ നമ്മൾ കണ്ടതാണ്. പ്രവീണിന്റെ കൈയെല്ലാം മുറിഞ്ഞിരിക്കുന്നുണ്ട്, വായെല്ലാം ഇടിച്ചു പൊട്ടിച്ചതിന്റെ ആ ഒരു പരിക്കെല്ലാം ഉണ്ട് അവന്. അവന്റെ ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുമ്പം ആ ഒരു പെൺകുട്ടിയുടെ മുന്നിലിട്ട് അവളുടെ ഭർത്താവിനെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ തല്ലുന്ന പോലെ തന്നെയാ. അവളുടെ വയറ്റത്ത് നിങ്ങൾ ചവിട്ടിയിട്ടുണ്ടോ ഇല്ലയോ ഞാനത് പറയുന്നില്ലേ, പക്ഷെ അത് വിടുക. അതുപോലെ തന്നെ ആ ഒരു സെയിം രീതിയിലുള്ള ഒരു തെറ്റ് തന്നെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അവളെ മാനസികമായിട്ട് നിങ്ങൾ തളർത്തിയിട്ടുണ്ടെങ്കിൽ, അവളുടെ ഭർത്താവിനെ ഉപദ്രവിച്ചുകൊണ്ട് അവളെ മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ടെങ്കിൽ അതും വലിയൊരു തെറ്റ് തന്നെയാണ്. എനിക്കൊരിക്കലും ഇനിയും എന്തൊക്കെ പ്രണവ് കൊച്ചു ഇന്റെ സൈഡിൽ നിന്ന് വീഡിയോയും കൊണ്ട് അവർ മുന്നോട്ട് വന്നാലും എനിക്ക് തോന്നുന്നില്ല നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എനിക്ക് പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. നടക്കത്തില്ല, ആ കേസ് നടക്കത്തില്ല, എന്നെ കൊണ്ട് നടക്കത്തില്ല. കാരണം ഞാൻ ഇന്നലെ ഓൾറെഡി ഞാൻ ആ വീഡിയോയിൽ ഞാൻ എന്റെ വീഡിയോയിൽ തന്നെ എനിക്ക് കയ്യിൽ നിന്ന് പോയി, ഞാൻ ഇമോഷണലി വീക്കായി പോയി. കാരണം ഒരു സ്ത്രീയെ, പ്രത്യേകിച്ച് അവർ ഇത് പറഞ്ഞപ്പോ, അപ്പൊ നമുക്ക് കൂടുതലായിട്ടിരുന്ന് ചിന്തിച്ച് അവൾ അങ്ങനെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്തൊന്നും പോയില്ല. അത് കഴിഞ്ഞ് വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും ഈ ഒരു തോട്ട് വന്നത്, അങ്ങനെ ഒരു ഗർഭിണിയെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവില്ലേ എന്നുള്ളൊരു സാധനം. പക്ഷെ അത് പിന്നത്തെ കാര്യമാണ്. മെന്റലി അതിനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഇന്നലെ മനസ്സിലായിട്ടുണ്ട് ആ വീഡിയോയിൽ നിന്ന്. അത് കൂടാതെ ആ ഡാഡി കൂള്, എന്റെ പൊന്നെ അഭിനയ കുലപതി, ഈ പ്രവീണിന്റെയും പ്രണവിന്റെയും അച്ഛൻ, അവന്റെ വർത്താനം നമ്മൾ കേട്ടതാ, ഈ അമ്മയുടെ വർത്താനം നമ്മൾ കേട്ടതാ. അതിനകത്തുനിന്നൊക്കെ പിന്നെ തള്ളിക്കളയും നമ്മൾ. നമുക്ക് കൂടുതൽ ഇനിയും ഇവരുടെ കഥകൾ കേൾക്കാൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ വേറെ കുറച്ച് കമന്റുകൾ വായിക്കാം, ഇവിടെ വെക്കുന്നില്ല. ഇത് ഇൻസ്റ്റഗ്രാമിൽ വന്നതാ കേട്ടോ. നമ്മുടെ പ്രണവ് കൊച്ചുവിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ഇവന്റെ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഇവൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. 2 വീഡിയോയും ഒരു ഫോട്ടോയും ഇട്ടിട്ടുണ്ട്. ഫോട്ടോ അവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇവൻ. നോക്കട്ടെ, ഇല്ല, ഫോട്ടോ ഡിലീറ്റ് ഒന്നും ചെയ്ത് കളഞ്ഞിട്ടില്ല, എനിക്ക് കാണിക്കുന്നില്ല. നേരത്തെ ഞാൻ കണ്ടതാണ്, നോക്കട്ടെ. അത് സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ബോയ്, ഇത് തന്നെ കളഞ്ഞിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പ്രവീണിന്റെ കുഞ്ഞിനെ എടുത്ത് വെച്ചിട്ട് അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പ്രണവ് കൊച്ചു. അതിന്റെ ഹെഡിങ് എന്താണെന്നറിയോ? അതൊക്കെ കളഞ്ഞെന്ത് എന്തോ സംഭവിച്ചു കേട്ടാ.
ഇതിനകത്ത് മൈ ബോയ് എന്ന് പറഞ്ഞായിരുന്നു നേരത്തെ അതിന്റെ അടിയിൽ കിടന്നിരുന്നത്. ഇപ്പൊ അത് കാണുന്നില്ല. എന്റെ എന്തെങ്കിലും റീഫ്രഷ് ഇൻസ്റ്റാഗ്രാമിന്റെ ഇതായിരിക്കും. അതിന്റെയൊക്കെ അടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ ഒരു രക്ഷയില്ലാത്ത കമന്റ് ആണ്. ഈ കിടക്കുന്നതൊക്കെ താഴത്തേക്ക് എല്ലാരും അവിടെ ചെന്നിട്ടാണ് തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞുമായിട്ടുള്ള ഫോട്ടോയുടെ അടിയിൽ കിടപ്പുണ്ട്. ഓക്കേടാ, നിനക്ക് ആ കൊച്ചിനെ എടുക്കാൻ യോഗ്യതയില്ല, ഉളുപ്പുണ്ടോടാ നിനക്ക്, പോയി ചത്തൂടെ, പ്രഗ്നന്റ് ആയ ഒരു പെണ്ണിനെ നീ എന്താടാ ഈ ചെയ്തേ, ആക്ടിങ് ലെവൽ, എടാ മോനെ നീ ആള് കൊള്ളാലോ, ആക്ടിങ് സിംഗമേ. ആക്ടിങ് സിംഗം ഇവൻ മാത്രമൊന്നും അല്ല. അപ്പൊ ഇവന്റെ അച്ഛനെയൊക്കെ നിങ്ങൾ എന്നാ വിളിക്കും? നിനക്ക് ഉളുപ്പുണ്ടോടാ, ആ കുഞ്ഞിനെ ഒന്ന് തൊടാൻ പോലും അവകാശം നിനക്കില്ല. ഇങ്ങനത്തെ കമന്റുകൾ ആ ഫോട്ടോയ്ക്ക് വന്നിട്ടുണ്ട്. അത് കൂടാതെ 2 വീഡിയോകൾ, ഈ വീഡിയോ ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, നിങ്ങളെ ഒരു കുഞ്ഞ് ഇൻക്ലൂഡർ ആയതുകൊണ്ടാണ് ഞാനത് വീഡിയോ ഒന്നും എടുത്ത് പ്ലേസ് ചെയ്ത് വെക്കാത്തത്. ഞാൻ അതിന്റെ കമന്റ് പോലും അതാ കാണിക്കാൻ നിൽക്കാത്തത്. അപ്പൊ ഈ വീഡിയോ ഇത് കണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എന്റെ ഇൻസ്റ്റഗ്രാമിൽ കിടപ്പുണ്ട്. അപ്പം 2 ദിവസം കണ്ട് ആശുപത്രി വന്നിട്ടുണ്ട്. ഇതിന്റെ അടിയിലും ഒക്കെ ഓസ്കാർ ആക്ടിങ്, ഇത്രക്കൊക്കെ ആ പാവങ്ങളെ ചെയ്തിട്ട് നാണമില്ലേ ഇങ്ങനെ അഭിനയിച്ച വീഡിയോ എടുക്കാൻ? ഇത്രയും ഗതികെട്ട ജന്മങ്ങൾ. പ്രവീണിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടിട്ട് വന്നവരുണ്ടോ? അവളുടെ വയറ്റിൽ ചവിട്ടിയിട്ട് നാണമില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഈ ഒരു കേസാണ് കേട്ടോ എനിക്കിപ്പോഴും ഒരു സംശയമുള്ളത്. വയറ്റിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ, ചെയ്തിട്ടുണ്ടെങ്കിൽ മോനെ, അത് ചെയ്തിട്ടില്ല എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല ഇപ്പോഴും. മൃദുല പറഞ്ഞതിനകത്തൊന്നും നമുക്ക് കള്ളത്തരം ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എങ്കിലടാ ആ ചെയ്തതിനൊക്കെ മോനെ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അനുഭവിക്കും നീ, നിന്റെ അച്ഛനും അമ്മയും എല്ലാം കൂടെ. ഇതിന്റെ അടിയിലൊക്കെ നല്ല തെറിയാ കേട്ടോ. ഇത് മാത്രമൊന്നുമല്ല, അടുത്ത വേറൊരു വീഡിയോ ഉണ്ട്, മറ്റേ എന്റെ മഞ്ച ഷർട്ടിലുള്ള എന്റെ വീഡിയോ ഉണ്ട്. അയ്യോ, ചേച്ചിയുടെ അഭിനയം നോക്കിക്ക്. ചേച്ചിയുടെ അഭിനയത്തിന് ഓസ്കാർ കൊടുക്കണം ചേച്ചിക്ക്. അതിന്റെ അടിയിലും ഒക്കെ നല്ല തെറികളാണ്. അഭിനയിക്കുന്നെങ്കിൽ ഇങ്ങനെ അഭിനയിക്കണം. ഈ തള്ളക്ക് കുഞ്ഞിനെ എന്തിനാ എടുക്കാൻ കൊടുത്തേ, എന്നിട്ട് മാറി നിന്ന് കുറ്റം പറയാനാ പെരുങ്കള്ളി. കള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചെറിയ ഒരു കള്ളിവിളിയാണ്. ഇങ്ങനത്തെ കള്ളിവിളിയൊന്നും അല്ല, ഇതിനെക്കാട്ടിലൊക്കെ വലിയ കള്ളിവിളികൾ ആ കമന്റ് ബോക്സിൽ കിടപ്പുണ്ട്. ഞാൻ പിന്നെ അധികം എടുത്ത് കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ അവരെ എടുത്തിട്ട് മറ്റേ കീറിയെന്ന് പറയും. കീറേണ്ട തന്നെയാണ്, മനസ്സിലായില്ലേ? എനിക്ക് അതിനകത്ത് വലിയ 2 തെറി പറഞ്ഞാലും വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരെ. കാരണം ഇവിടെ മെന്റലി, ഞാൻ വയറ്റത്തെ ചവിട്ടിയെ പറ്റി വീണ്ടും പറയുന്നു, ഇനി ഞാൻ അതിനകത്തോട്ട് വരുന്നില്ല. പക്ഷെ മെന്റലി ഒരു പെൺകുട്ടിയെ ദ്രോഹിക്കുക ഗർഭിണിയായിട്ടിരിക്കുമ്പം എന്നൊക്കെ പറയുന്നത്, അയ്യോ, അത് ചെറിയൊരു കേസൊന്നും അല്ല. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ എന്താണെങ്കിലും സ്ത്രീകളോടാണ് പ്രത്യേകിച്ച്, ചേച്ചി, പെങ്ങന്മാരെ, അനിയത്തിമാരെ, അമ്മമാരെ, എല്ലാവരും, നിങ്ങൾ വീഡിയോ കാണുന്നവരെല്ലാരും പറയുക. എനിക്ക് തോന്നിയ ആ ഒരു സംശയം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. അതിനകത്ത് അത് വലിയൊരു സംശയം തന്നെയാണോ എന്റെ, അതോ എനിക്ക് ചുമ്മാ തോന്നിയതായാണോ? എനിക്കറിയില്ല. എന്താണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് തോന്നി. ഞാൻ നിങ്ങളോട് തന്നെ അത് ഷെയർ ചെയ്യുന്നു. ഇത്രയൊക്കെ ഉള്ളൂ, കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഈ ഒരു സാധനം എനിക്ക് പറയണമെന്ന് തോന്നി എന്താണെങ്കിലും, കാരണം അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ കംപ്ലീറ്റ് ആവില്ല. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, കമന്റ് ബോക്സിൽ വന്ന ആ കമന്റ് അത് പറഞ്ഞില്ലെങ്കിൽ, കാരണം നാളെ ഇനി ഇതിന്റെ പേരിൽ വീണ്ടും ഇനി അടുത്ത വീഡിയോകളൊക്കെ വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ വരുമായിരിക്കും. അപ്പൊ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രണവ് കൊച്ചു ഒക്കെ മെയിൻ ആയിട്ട് പോയിന്റ് ചെയ്യുന്ന ഈ ഒരു സാധനം ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഇനി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. ഈ ഒരു സാധനം പോയിന്റ് ഔട്ട് ചെയ്യാൻ അവര് ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ നേരത്തെ നമുക്കും തോന്നിയതാണ്. അപ്പൊ അതൊന്ന് പറയണമല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക.